ഫ്രണ്ട്സ്, നമ്മൾ 3 പാർട്ടുകളായിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെമി കണ്ടക്ടർ എന്താണ്, എൻ ടൈപ്പ് എന്താണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, അതുപോലെ തന്നെ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് എന്താണ്. ഇത്തരം കാര്യങ്ങൾ 3 വീഡിയോ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ പാർട്ട് 1-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, മെറ്റൽസ്, ദെൻ സെമി കണ്ടക്ടർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, ഹോൾസ്, ഇലക്ട്രോൺ പെയേഴ്സ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പാർട്ട് 1-ൽ പഠിക്കുകയാണ്. നമുക്കതിലേക്ക് പോകാം. എൻ ടൈപ്പ്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡയോഡ്സ്, പാർട്ട് 1. Table of contents. What is a semiconductor? What are diodes made out of? Semiconductors, semiconductor crystalline structure, insulator, semiconductors and metals, ഹോൾ, ഇലക്ട്രോൺ പെയേഴ്സ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് 1-ൽ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് എ സെമി കണ്ടക്ടർ? മെനി മെറ്റൽസ് സച്ച് ആസ് മോസ്റ്റ് മെറ്റൽസ് അലോസ് ഇലക്ട്രിക്കൽ കറണ്ട് ടു ഫ്ലോ ത്രൂ ദം. നമുക്കറിയാം, മെറ്റൽസ് കൂടുതലും ഇലക്ട്രിക്കൽ കറണ്ടിനെ ഈസി ആയിട്ട് കടത്തിവിടുന്നതാണ്. ഇത്തരം മെറ്റൽസിന് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയും. മെറ്റൽസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിക്കൽ കറണ്ട് ടു ഫ്ലോ ത്രൂ ദം ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. നമുക്കറിയാം, ഇലക്ട്രിക്കൽ കറണ്ടിനെ കടത്തിവിടാത്തതിന് നമ്മൾ ഇൻസുലേറ്റർ എന്നും പറയും. പ്യുവർ സിലിക്കൺ, the base metal of most transistors, is considered as semiconductor because its conductivity can modulated by the introduction of impurities. അത് തേർഡ് കാറ്റഗറി വരുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. അത് ഒരേ സമയം 2 പ്രോപ്പർട്ടീസിനെ കാണിക്കും. ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസും അതുപോലെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടിയും കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റൽസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദം നമ്മൾ സിലിക്കണാണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ പോലെ ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് മേക്ക് ചെയ്യുന്നത്. വാട്ട് ആർ ഡയോഡ്സ് മെയ്ഡ് ഔട്ട് ഓഫ്? സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ ദ 2 മോസ്റ്റ് കോമൺ സിംഗിൾ എലമെൻറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ടു മേക്ക് ഡയോഡ്സ്. അതായത് സിലിക്കണും ജെർമേനിയവുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സെമി കണ്ടക്ടർ മെറ്റൽസ് ഡിവൈഡ് ചെയ്യാൻ, മീൻസ് ഡിവൈസുകൾ, സെമി കണ്ടക്ടർ കമ്പോണൻസുകൾ നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കെമോട്ട് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഗാലിയം ആർസനൈഡ്, എക്സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് LEDs ബിക്കോസ് ഇറ്റ്സ് ലാർജ് ബാൻഡ് ഗ്യാപ്പ്. അതായത് ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് LED അതുപോലെയുള്ള ഡിവൈസുകൾ, LEDs, ഡയോഡ് അതുപോലെയുള്ള കമ്പോണൻസുകൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സിലിക്കണും ജെർമേനിയം, സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ ബോത്ത് 4th ഗ്രൂപ്പ് എലമെൻറ്റ്, മീനിങ് ദാറ്റ് ദ വാലൻസ് ബാൻഡ് വാലൻസ് ഇലക്ട്രോൺ 4 ഇലക്ട്രോൺസ്. അതായത് സിലിക്കണും ജെർമേനിയം സെമി കണ്ടക്ടറാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ വാലൻസ് ബാൻഡിൽ 4 ഇലക്ട്രോൺസ് വീതം ഉണ്ട്. സ്ട്രക്ചർ നമുക്കതിൽ കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് നമുക്ക് ഇതിൽ ഒരു ലാറ്റിക്സിലൂടെ കൊടുത്തേക്കണം. നിങ്ങൾ ഫിഗർ ഒന്ന് നോക്കിക്കാണാം. അതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അതിൽ പെൻറ്റാവാലൻറ്റും ട്രൈവാലൻ്റ് മെറ്റൽസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അടുത്തൊരു ടോപ്പിക്കിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്ത് പോകാം. സെമി കണ്ടക്ടേഴ്സിലേക്ക് നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. മെറ്റൽസ് ഹൂസ് പ്രോപ്പർട്ടീസ് ആർ സച്ച് ദാറ്റ് ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് എ കണ്ടക്ടർ, നോട്ട് ക്വൈറ്റ് ആൻ ഇൻസുലേറ്റർ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻസുലേറ്ററോ സെമി കണ്ടക്ടർ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി ഒരേപോലെ തന്നെ കാണിക്കുന്നത്. അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല. അത്തരത്തിലുള്ളതിനെ നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സം കോമൺ സെമി കണ്ടക്ടർ സിലിക്കൺ ഉണ്ട്, ഗാലിയം ഉണ്ട്, കോമ്പൗണ്ട്സ് ഉണ്ട്, ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, അലൂമിനിയം ആഴ്സനൈഡ്, അലൂമിനിയം ഫോസ്ഫൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട്. സെമി കണ്ടക്ടർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. സെമി കണ്ടക്ടർ സ്ട്രക്ചർ നമുക്ക് നോക്കി അറിയാം. സിലിക്കൺ ആറ്റം 4 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണാണ്. നമ്മൾ നേരത്തെ അത് ഒന്ന് പറഞ്ഞാണ്. ഇന്നർ ഇലക്ട്രോൺസ് ആർ വെരി ക്ലോസ്ലി ബോണ്ടഡ് ടു ദ, അതായത് ഇന്നർ അകത്ത് വരുന്ന ഇലക്ട്രോൺസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. ദീസ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് വിത്ത് നൈബർ ആറ്റം ബോത്ത് സൈഡ് ടു ഫിൽ ദ ഷെൽ. അതായത് 4 ആറ്റംസ് ഉള്ളത് അപ്പുറത്തപ്പുറത്ത് ഷെയർ ചെയ്ത് ഫില്ല് ചെയ്യും, ഷെല്ല് ഫില്ല് ചെയ്യാൻ ശ്രമിക്കും. ദ റിസൾട്ടിങ് സ്ട്രക്ചർ ഈസ് വെരി സ്റ്റേബിൾ. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്താൽ റിസൾട്ടിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിരിക്കും. ഇലക്ട്രോൺസ് ആർ ഫെയർലി ടൈറ്റ് ബോണ്ട്, നോ ലൂസ്, ടൈറ്റ്ലി ബോണ്ടഡ് ആയിരിക്കും, നോ ലൂസ് ഇലക്ട്രോൺസ്
അറ്റ് റൂം ടെമ്പറേച്ചർ ഇഫ് ബാറ്ററി ഈസ് അപ്ലൈഡ് വെരി ലിറ്റിൽ ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്ലോ. അതായത് അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു ബോണ്ട്, കോവാലൻ്റ് ബോണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആറ്റം ടൈറ്റ് ആയിരിക്കും, മീൻസ് അതിൽ ഫ്രീ ഇലക്ട്രോൺസോ ഫ്രീ ഹോൾസോ ചാർജ് കാരിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. സോ അതിൽ മീൻസ് പറയുന്നത് നമ്മൾ ലോസ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. സോ റൂം ടെമ്പറേച്ചറിൽ ചെറിയൊരു ബാറ്ററി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിറ്റിൽ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷേ 0 ഡിഗ്രിയിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ആയിരിക്കും കൂടുതൽ അത് കാണിക്കുന്നത്. കാരണം ചെറിയ ടെമ്പറേച്ചറിൽ 1-2 വാൾഡ് കൊണ്ടൊക്കെ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതുമൂലം ഒരു ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും. കാരിയേഴ്സ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ലിറ്റിൽ കറണ്ട് അതിൽ ഇൻഡ്യൂസ് ചെയ്യുക, മീൻസ് ഫ്ലോ ചെയ്യാണ്ട് ഫ്രീ ഇലക്ട്രോൺസോ ഹോൾസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ചെറിയ ബാറ്ററി കൊടുത്താൽ ചെറിയൊരു ചാർജ് ഫ്ലോ നമുക്കതിൽ കിട്ടും. ഇനി നമ്മൾ ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ആൻഡ് മെറ്റൽസ് അതൊന്നും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. നമുക്കൊന്നുകൂടി ഒന്ന് അതിൻ്റെ എനർജി ഗ്യാപ്പൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം. ദ സെപ്പറേഷൻ ഓഫ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഡിറ്റർമൈൻസ് ദ ഇലക്ട്രിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽസ്. ആ മെറ്റൽസിൻ്റെ ഇലക്ട്രിക് പ്രോപ്പർട്ടീനെ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ശരിക്കും ആക്ച്വലി ഇതിൻ്റെ എനർജി ബാൻഡ് ഗ്യാപ്പാണ്. ആ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അതായത് വാലൻസ് ബാൻഡ് വെച്ചാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യാൻ സം എനർജീസ് ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ടെമ്പറേച്ചർ, ഒരു റൂം ടെമ്പറേച്ചറൊക്കെ വളരെ ലിറ്റിൽ എന്ന് പറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറച്ച് കൂടുതലൂടി എനർജി അച്ചീവ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ലാർജ് എനർജി ഗ്യാപ്പ് ആയിരിക്കും ഇൻസുലേറ്ററിൽ. അപ്പോൾ അത് ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഹോൾസ് ജമ്പ് ചെയ്ത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അതാണ് ഇൻസുലേറ്റർ എന്താ പറയുക ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തതിന് മെയിൻ കാരണം. ഇനി കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസ് വെരി സ്മോൾ എനർജി ഗ്യാപ്പ് ആയിരിക്കും, വളരെ ചെറിയ എനർജി ഗ്യാപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇലക്ട്രോൺ ഈസിലി ആയിട്ട് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഓവർലാപ്പ് ചെയ്തായിരിക്കും കാരണം കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും. അപ്പോൾ എനർജി ഒന്നും ഇല്ലെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ഇത് കിട്ടിയ പോലും കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതാണ് കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇത് മോഡറേറ്റ് എനർജി ഗ്യാപ്പ്. ഇതിന് ഫ്യൂ ഇലക്ട്രോൺ ക്യാൻ ജംപ് ടു കണ്ടക്ഷൻ ബാൻഡ് ലീവിങ് ഹോൾസ് ഓൺലി എ ലിറ്റിൽ കറണ്ട് ക്യാൻ ഫ്ലോ. അതായത് ചെറിയൊരു ഇതിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വാലൻസ് ബാൻഡ് അപ്രോക്സിമറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും, ഏകദേശം 1.12 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും സെമി കണ്ടക്ടറിൻ്റെ ഇത് വരുന്നത്. നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ 5 ഇലക്ട്രോൺ മുകളിലേക്കായിരിക്കും ഇൻസുലേറ്ററിൻ്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് വരുന്നത്. ഇതിൽ ബാൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വന്ന കണ്ടക്ടർ അത് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സെമി കണ്ടക്ടറിന് ഒരു മോഡറേറ്റ് റേഞ്ചിലായിരിക്കും, ഇൻസുലേറ്ററിൻ്റെ കുറച്ച് ഹെവി ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇലക്ട്രോൺസ് ഹോൾസ് പെയറിൻ്റെ ഒന്ന് നോക്കാം. സം തെർമൽ എനർജീസ് ഇനഫ് ടു കേഴ്സ് ആൻഡ് ഇലക്ട്രോൺ ടു ജംപ് ഫ്രം വാലൻസ് ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അതായത് കുറച്ചൊരു തെർമൽ എനർജി കിട്ടിയാൽ കൂടി ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ പറ്റും. സെമി കണ്ടക്ടറിലൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. എങ്ങോട്ട്? വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക്. പ്രൊഡ്യൂസ് എ ഹോൾ ആൻഡ് ഇലക്ട്രോൺ പെയർ. അതായത് ഒരു ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്താൽ അവിടെ തന്നെ ഒരു ഹോളും കൂടി ജനറേറ്റ് ചെയ്യും, ഇലക്ട്രോൺ ഹോൾ പെയർ. അപ്പോൾ അത് നോക്കി അറിയാം. ദ ഇലക്ട്രോൺസ് ഓൾസോ ഫാൾ ബാക്ക് ഔട്ട് ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ് ഇൻ ടു ദ വാലൻസ് ബാൻഡ് കമ്പൈനിങ് വിത്ത് എ ഹോൾ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് ഈ ഇലക്ട്രോണിന് പോസിബിളാണ് ഇതിൽ. അപ്പോൾ നമുക്കിതിൽ പാർട്ട് 1ൻ്റെ ഏകദേശം നമുക്കിതിൽ കഴിയുകയാണ്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അനിമേഷൻ കൂടി കണ്ടിട്ട് നമുക്ക് പാർട്ട് 2ലേക്ക് പോകുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. Element are held together by the bonding action of valence electrons. This bonding is due to the fact that it is the tendency of each atom to complete its last orbit by acquiring 8 electrons in it. However, in most of the substances, the last orbit is incomplete. That is, the last orbit does not have 8 electrons. This makes the atom active to enter into bargain with other. The atoms acquire 8 electrons in the last orbit. To do so, the atom may lose, gain, or share valence electrons with the other atom. In semiconductors, bonds are formed by sharing of valence electrons. Such bonds are called covalent bonds. In the formation of a covalent bond, each atom contributes equal number of valence electrons, and the contributed electrons are shared by the atoms engaged in the formation of the bond. For example, a germanium atom has 4 valence electrons. It is the tendency of each germanium atom to have 8 electrons in the last orbit.
To do so, each germanium atom positions itself between 4 other germanium atoms as shown in the diagram. Each neighboring atom shares one valence electron with the central atom. In this business of sharing completes its last orbit by having 8 electrons revolving round the nucleus. In the way, the central atom set up covalent bonds. നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട മെയിൽ ID nair.ajith@gmail.com, വാട്സാപ്പ് നമ്പർ 9446052074. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.